കുറച്ചു നാളുകളായി കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ ഏറ്റവും ശക്തനായ നേതാവ് ഷാഫി പറമ്പിൽ അങ്ങനെ മാറുകയാണ്. അദ്ദേഹത്തിന് പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം രാഹുൽ മാങ്കൂട്ടം പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കരുത്തനായ നേതാവായി മാറാൻ ഷാഫി പറമ്പിന് കഴിഞ്ഞല്ലോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം വന്നപ്പോൾ മാങ്കൂട്ടത്തിനെ കൂടുതൽ താറടിക്കുന്നതിനേക്കാൾ ഷാഫിയെ ഇല്ലാതാക്കാനാണ് CPM DYFI ഒക്കെ ശ്രമിച്ചത്. കാരണം ഇവർ സന്തത സഹചാരികളാണ്. ഷാഫിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണല്ലോ പത്തനംതിട്ട ജില്ലക്കാരനായ മാങ്കൂട്ടത്തിനെ പാലക്കാട് മത്സരിപ്പിക്കാൻ ഇറക്കിയത് തന്നെ. സരിനെ പോലുള്ള ഒരാൾക്ക് അതൃപ്തി ഉണ്ടായി പാർട്ടി വിട്ട് CPM പോയി മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ ഷാഫി ഒരു ചെറിയ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വടകരയിൽ ചെന്നിറങ്ങുന്നത്. വടകരയിൽ ചെന്നിറങ്ങിയപ്പോൾ CPM DYFIയും കൂടെ വലിയ രീതിയിൽ എതിർത്ത് നിൽക്കുകയൊക്കെ ചെയ്തു. ഇത്തരത്തിൽ ഒരു സദാചാരബോധമില്ലാത്ത ഒരാൾ ഈ മണ്ഡലത്തിൽ വേണ്ട എന്നുള്ള രീതിയിൽ പ്രതിരോധിക്കാനൊക്കെ നോക്കി. പക്ഷേ അതിനെയെല്ലാം ഷാഫി ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ നേരിടുകയും അത് അതിജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷാഫി പറമ്പിൽ 2024 വടകരയിൽ മത്സരിക്കാനായിട്ട് വരുമ്പോൾ തന്നെ വലിയൊരു ജനക്കൂട്ടമാണ് അവിടെ തടിച്ചുകൂടിയത്. ആദ്യം വടകരയിലേക്ക് വരുമ്പോൾ തന്നെ. പിന്നീട് അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉടനീളം പുലർച്ചെ വരെയാണ് വലിയ ആൾക്കൂട്ടത്തോടുകൂടി പ്രചാരണം നടന്നിട്ടുള്ളത്. 2011 KSUവിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നാണ് പാലക്കാട് മത്സരിക്കാനായിട്ട് ഷാഫി അവിടെ എത്തുന്നത്. 11 പിന്നെ 16 പിന്നെ 21 മത്സരം കടുത്ത മത്സരമാണ്. അത് രാജ്യം മുഴുവൻ മെട്രോമാൻ എന്ന് പറഞ്ഞ് ആദരിക്കുന്ന ശ്രീധരനോടാണുള്ള ഏറ്റുമുട്ടലാണ്. 3000 വോട്ടിന് മാത്രമാണ് മെട്രോമാനെ തോൽപ്പിച്ചത്. BJP ഉറപ്പുവരുത്തിയതല്ലേ. മെട്രോമാൻ ശ്രീധരൻ MLA ഓഫീസ് വരെ തുറന്നതാണ് അവിടെ. അപ്പോൾ അങ്ങനെ കടുത്ത മത്സരം 2021 എങ്ങനെയെങ്കിലും ഷാഫിയെ തോൽപ്പിക്കണമെന്നാണ് CPMകാർ പോലും കണക്കൂട്ടിയത്. CPM അവിടെ 3ാം സ്ഥാനത്താണ് പോയി, ഒന്നുമില്ലാതായി പോവുകയാണ് ചെയ്തത്. ഇപ്പോഴും പാലക്കാട് BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള ഇടം കൂടിയാണ്. അപ്പോൾ ഷാഫി അങ്ങനെ വിജയിച്ച് മുന്നേറുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് 2024 വടകരയിലേക്ക് കൊണ്ടുവരുന്നത്. വടകരയിൽ നമുക്കറിയാം, മുരളീധരൻ അങ്ങോട്ടേക്ക് തൃശ്ശൂർ പോയതിൻ്റെ ഇതിലാണ് വടകരയിൽ കൊണ്ടുവരുന്നത്. അവിടെ നേരിടേണ്ടി വന്നത് ആരെയാണ്? പിണറായി വിജയനേക്കാൾ പേരും പെരുമയുമുള്ള, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വരെ യോഗ്യതയുള്ള KK ശൈലജയാണ്. 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. അത് കാഫർ സ്ക്രീൻഷോട്ട് അങ്ങനെ പല വിവാദങ്ങൾ ഉണ്ടായിട്ടാണ് ഈ വലിയ വിജയം സ്വന്തമാക്കാൻ. അതിനെല്ലാം ഇവർ അതിജീവിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഷാഫി പറമ്പിൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു യുവ നേതൃത്വത്തിന്റെ ഒരു തരംഗം ഉണ്ടല്ലോ, അതാണ് ജനങ്ങളിൽ വലിയ ആവേശഭരിതരാക്കി മാറ്റിയത്. ഈ ഷാഫി പറമ്പിലൊക്കെ ഒരു മതേതര സ്വഭാവമുണ്ട്. കോൺഗ്രസിലെ ഈ മുസ്ലിം മുഖം വളരെ കുറവാണ്. ഇപ്പോൾ ഷാഫി പറമ്പിലോ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തും ഒക്കെയുണ്ട്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ അച്ഛൻ ആര്യാടൻ മുഹമ്മദ് നമുക്കറിയാം, നല്ല മതേതര സ്വഭാവമുള്ള ആളായിരുന്നു. മുസ്ലിം ലീഗുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങളുള്ള ആളുമായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ പല സ്വഭാവത്തോട് അദ്ദേഹത്തിന് യോജിപ്പില്ലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വരെ യോഗ്യനായിട്ടുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു മതേതര സ്വഭാവം, പിന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ അടുപ്പിക്കാൻ, ചേർത്ത് നിർത്താനായിട്ട് ഷാഫി പറമ്പിൽ കഴിയും. ഇതാര് മനസ്സിലാക്കുന്നുണ്ട്? ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നീക്കം എന്ന് പറയുന്നത്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഒക്കെ നിയമസഭയിലേക്ക് മത്സരിക്കും. അതുറപ്പായ കാര്യമാണ്. പക്ഷേ ഷാഫി പറമ്പിൽ മത്സരിക്കത്തില്ല. ഷാഫി വടകര MP ആയി തന്നെ തുടരും. മറ്റു ചില MP ചിലപ്പോൾ മത്സര രംഗത്തേക്ക് വരാൻ വഴിയുണ്ട്. പ്രത്യേകിച്ച് അടൂർ പ്രകാശ് എന്തായാലും വരും. കാരണം അടൂർ പ്രകാശ് UDFിൻ്റെ കൺവീനറാണ്. ഈഴവ പ്രാതിനിധ്യം കൊടുക്കണം, പിന്നെ കോന്നി മണ്ഡലം തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് അടൂർ പ്രകാശിനെ കൊണ്ടുവരും. പിന്നെ ആരെങ്കിലും മാത്രം, അല്ലാതെ കൂട്ടത്തോടെ ഇങ്ങോട്ട് വരാൻ വഴിയില്ല. അത് പിന്നെ ഇവർക്ക് UDF തരംഗം കേരളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് പാർലമെന്റിലേക്ക് അത് മുഴുവൻ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. പിന്നെ ഈ കോൺഗ്രസിൻ്റെ MP ആർക്ക് തന്നെ
പാർലമെൻറ്റിൽ പോയിരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല. കാരണം അവർക്ക് അവിടെ പ്രതീക്ഷയൊന്നും ഇല്ല. കാരണം രാഹുൽ ഗാന്ധി അധികാരത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നൊരു പ്രതീക്ഷയും ഇല്ല. എന്തായാലും 2029 വരെ ഇല്ല, 2029 വരെ. അത് കഴിഞ്ഞിട്ടും ഇവർക്ക് പ്രതീക്ഷയില്ല എന്നുള്ളതാണ്. അതാണ് ഇവരിങ്ങി പോരാൻ തീർച്ചപ്പെടുത്തുന്നത്. 29 എത്തുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള നേതാക്കന്മാരെല്ലാം മുതിർന്നവരാകും. കൊടിക്കുന്നിലിനെ പോലുള്ളവർക്കൊന്നും പിന്നെ സീറ്റ് കാണുന്നില്ല. ഈ ഷാഫി പറമ്പലിന്റെ കരുത്ത് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കും CPM നിരന്തരം ഷാഫി പറമ്പലിനെ ലക്ഷ്യമിടുന്നത്. ഷാഫി വലിയ വെല്ലുവിളിയാണ്. ഷാഫിയെ പോലുള്ള ഇപ്പം ഷാഫി, PC വിഷ്ണുനാഥ്, മാങ്കൂട്ടത്തിന് പിന്നെ ഈ പ്രശ്നം ആയതുകൊണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള യുവ നേതൃത്വം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കോൺഗ്രസ്സുകാർ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അതങ്ങനെ വളരാൻ, സെക്കൻഡ് നിരയെ ഒരിക്കലും വളരാൻ കോൺഗ്രസ്സുകാരെ അനുവദിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഷാഫി ഇവർ മത്സര രംഗത്തേക്ക് പോകുമ്പോൾ ഷാഫി 2026 തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കും. അപ്പോൾ ആ ചുക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ നേതൃപാടവം ഉള്ളത് കൊണ്ട് അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ഷാഫിക്ക് കഴിയും എന്നുള്ളത് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞ് UDF അധികാരത്തിൽ ഏറുകയാണെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും ഷാഫി പറമ്പലിനെ കൊണ്ടുവരാം. ഇപ്പൊ സണ്ണി ജോസഫിനെ കൊണ്ടുവന്ന എന്തിനു വേണ്ടിയാണ്? ക്രൈസ്തവ വോട്ടുകളൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്. ക്രൈസ്തവ വോട്ടുകളൊക്കെ തന്നെ ഈ മുസ്ലിം ലീഗ് വലിയ ആധിപത്യം കാണിച്ചതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകളെല്ലാം അകന്നുപോയി. അവർ BJPയോടൊക്കെ തന്നെ വലിയ അനുഭാവമുള്ളവരായി മാറുകയും ചെയ്തു. പക്ഷെ സണ്ണി ജോസഫ് വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. അപ്പോൾ അപ്പൊ ചോദിക്കാം, മാറ്റം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലായിരുന്നു. അത് മുഴുവൻ നിയന്ത്രിച്ചത് ഷാഫി പറമ്പിലാണ്. കൃത്യമായ ഉത്തരം കൊടുക്കുന്നതും പിന്നെ മറുപടി എല്ലാത്തിനും വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് വി ഡി സതീശൻ ഇവ മാത്രമേ ഉള്ളൂ. സണ്ണി ജോസഫ് നിശബ്ദനാണെങ്കിൽ CPM-നെ വെല്ലുവിളിക്കെങ്കിലും ചെയ്യുമായിരുന്നു. ഇത് മിണ്ടാതായി പോയില്ലേ സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. അപ്പം ചോദിക്കും, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷാഫിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു മുസ്ലിം ആധിപത്യത്തിലേക്ക് പോകുമോ എന്നുള്ളത്. പക്ഷേ ഷാഫിക്ക് ഒരു മതേതര സ്വഭാവം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് വെച്ചുകൊണ്ട് തന്നെ ഈ മുസ്ലിം സമുദായത്തെ മുഴുവൻ ആ വോട്ട് നിലനിർത്താനും സാധിക്കും. മറ്റ് മതസ്ഥരുമായിട്ടും നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. BJPയെ ഇവർക്ക് അതിജീവിക്കാൻ കഴിയുമെങ്കിൽ 2031 അധികാരത്തിൽ വരാം. അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം BJP അത്രത്തോളം സ്പേസ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. CPM നിഷ്പ്രഭമായി മാറും. അപ്പൊ 2026 തുടർഭരണം CPM ആഗ്രഹിക്കുന്നു. ആ തുടർഭരണത്തിന് തടസ്സമായിട്ട് കോൺഗ്രസിൽ നിന്ന് പടപൊരുതുന്നത് ഷാഫിയാണ്. ആ ഷാഫിയാണ് വെട്ടിവീഴ്ത്താൻ CPM-ഉം DYFI-യും രക്ഷാപ്രവർത്തകരായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.